രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകിട്ടത്തെ ടീയുടെ കൂടെയൊക്കെ അമ്മ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പൈസി കൊഴുക്കട്ട ഉണ്ടാക്കാറുണ്ട്. ഇതുവരെ എരിവ് ചേർന്ന കൊഴുക്കട്ട കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. കൂടുതൽ അളവിൽ പത്തിരിപ്പൊടിയും കുറച്ച് അളവിൽ പുട്ടുപൊടിയും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് പത്തിരിക്കൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി മുറിച്ചതും കുറച്ച് ചെറിയ ജീരകവും തേങ്ങ ചിരണ്ടിയതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് പരിവാക്കിയെടുക്കണം. കുഴച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കിട്ടണം. വളരെ കുഞ്ഞായിട്ടൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണെങ്കിൽ നമുക്കത് നേരെ തന്നെ ഉണ്ടാക്കാം. ഞാൻ ഇത്തിരി വലുപ്പത്തിലാണ് ആവിയിൽ വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇതിനെ ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചിട്ടുള്ളത്. ആവിയിൽ വേവിച്ചെടുത്തതിനെയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഇതുപോലെ മുറിച്ചെടുക്കാനായിട്ട്. ഇച്ചിരി പുട്ടുപൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് കത്തിയിലൊന്നും ഒട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ താളിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. മാവിൽ ഉപ്പ് ചേർത്തത് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഇളക്കി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാതും കൂടി മിക്സ് ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വല്ലാണ്ട് മൂത്ത് മുളകിൻ്റെ കളറൊന്നും മാറിപ്പോവരുത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരും. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് വല്ലാണ്ട് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളമാക്കിയിട്ട് തെളിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയൊന്നും കൂട്ടാതെ വെറുതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല രസമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കല്ലേ. നിങ്ങൾ ഈ ഒരു കൊഴുക്കട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടാനും കൂടി മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.